स्टोन मारेगा उधर। अब मेरे को क्या चाहिए आपको? ये आदमी मेरे को सादा डॉक्यूमेंट चाहिए बोलेगा एक उधर में गाँव में ഇതുണ്ടോ ഇതേപോലെയുള്ള കുറെ ആൾക്കാർ വന്നിട്ടാണ് നമ്മുടെ വണ്ടി ഇതേപോലെ തടഞ്ഞിടുക. ലൈറ്റ് ഓഫ് ആക്കി അറിയണേ. മഹാരാഷ്ട്ര എത്തിയപ്പോ നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് പൊട്ടി കേട്ടോ. ഉച്ചയോടെ ഫ്രണ്ടിലോട്ട് ഇടണേ, വെള്ളം നനയ്ക്കുന്നത്. അതാ കയറ്റിയിട്ടാ പോരെ, വലിച്ചിട്ടു നോക്കുവനെ. പൊട്ടിപ്പോയെങ്കിൽ പെട്ടെന്ന് കയറി വന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ്. നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ചിങ് ദിവസമാണ്. മഹാരാഷ്ട്ര പോലും ഞങ്ങൾക്ക് ഇത്ര ചലഞ്ചിങ് അല്ല. ഇന്ന് നമുക്കൊരു RTO ഓഫീസ് കടത്താനുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ അടിയേണ്ട RTO ഓഫീസ് ഇവിടുന്ന് 200 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ ഗൈസ്? നോക്കൂ, ആ RTO ഓഫീസ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇന്ന് തന്നെ മാക്സിമം കേരളം ഓടിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഗൈസ് നോക്കൂ, അതേ സമയത്ത് തന്നെ ടാറ്റയുടെ മാർക്കോപോളോ ഒന്നുണ്ടോ, ഇന്ത്യയിലെ ഏറ്റവും കുറവ് ഇറങ്ങിയൊരു സാധനം കേട്ടോ ഈ വണ്ടി, ടാറ്റ മാർക്കോപോളോ. ഇവരൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇല്ലേ, ഇവനെ എവിടെയാ നീ പറ, ഞാൻ മറന്നുപോയി. ഇതിന്റെ പേരുണ്ടായിരുന്നു നമ്മുടെ ഫുട്ബോൾ ടീം ഒക്കെ ഉള്ള ബ്രസീലിലാണ് ഈ വണ്ടി ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ബോഡി. അവിടുന്ന് ഇങ്ങോട്ട് ഇത് പർച്ചേസ് ചെയ്ത് നോക്കിയതാ, പക്ഷെ പൊളിഞ്ഞു പോയി അല്ലേ ഗൈസ്? നോക്കൂ, അതായത് ആ കാണുന്ന റിലയൻസ് പമ്പിൽ ഞങ്ങൾ എണ്ണ അടിച്ച് വണ്ടി ഫുൾ ടാങ്ക് ആക്കി വെച്ചേക്കാണ്. നമ്മൾ ഇന്ന് മധ്യപ്രദേശ് കേരള കടക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി ഓടിക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തേണ്ട കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോവാണ്. നീ കയറണമെങ്കിൽ കയറിയോ? എന്നാ ഊരി പോവാ ഗൈസ്? നോക്കൂ, നമ്മൾ നേരെ പോവാണ്. അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര കിലോമീറ്റർ ഇവന്? ഇനി നമുക്ക് 1600 കിലോമീറ്റർ ഉണ്ട്. 1700 കൂട്ടിക്കും. 100 കിലോമീറ്റർ നമ്മൾ കൂടി ഓടാൻ വേണ്ടി പോവാം അല്ലേ? ഞങ്ങൾ അതിലെ പോകുന്നില്ല. അതിലെ പോയി കഴിഞ്ഞാൽ മലയാ. ഞങ്ങൾ ഉറപ്പായിട്ട് ഒരു കുരിശ് നിർത്തും. ബാക്കിയും കൂടെ അവർ ചെയ്തു തരും. കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം അത്ര ഒച്ചപ്പാടായതാ. ഈ പശുവും കൂടെ കണ്ടു കഴിഞ്ഞാൽ പണി മാറിയാണ് പോവുക. മഹാരാഷ്ട്ര അല്ല, മഹാരാഷ്ട്ര നമുക്ക് വിഷയമല്ല. അതെ, അവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയെങ്കിലും. പക്ഷെ ഇവർക്കെന്ന് വെച്ചിട്ട് പൈസ മസ്റ്റാ. അതായത് ഞങ്ങൾ ഇഷ്ടം പോലെ മഹാരാഷ്ട്രയിൽ അവിടെ കേട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രക്കാരൊന്ന് ഞെട്ടിക്കും. അത് നമ്മൾ അവിടെ നിന്ന് ഞെട്ടിക്കാൻ വേണ്ടി തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ അവർ പൊക്കോളാൻ പറയും അല്ലേ? അതാണ് യാഥാർത്ഥ്യം. ഞാൻ വേറെ ലൊക്കേഷനിലുണ്ട്. എന്നിട്ട് അപ്പുറത്തെ റൂട്ടിൽ നമുക്ക് 1 മണിക്കൂർ കൂടുതലായി ഈ റൂട്ടിന്റെ അകത്ത് കൂടി ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ റൂട്ട് ഏകദേശം അറിയാൻ പറ്റും. ഈ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. പല വലത്തോട്ടും ഈ വണ്ടി ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിച്ചു വിടും അല്ലേ? ശരിക്കും നമുക്ക് പല മാർഗവും പല സംഭവം. പിന്നെ ഞാൻ ഹൈദരാബാദ് വഴി പോകുന്ന അവിടെ നോക്കിയാണ്. അത് അവിടെയുള്ള MPയുടെ RTO ഓഫീസാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇതിന്റെ അപ്പുറമാണ് ശരിക്കും ഏറ്റവും കറപ്ഷനും ഏറ്റവും പിന്നെ എന്താ പറയാ ഇല്ലായ്മകളും ഏറ്റവും ക്രൂരതകളും നടക്കുന്ന ഇന്ത്യയിലെ ഏക മധ്യപ്രദേശ് ഒന്നുമല്ല. ഏത് ഡ്രൈവർമാരുടെ ചോദിച്ചാൽ അവർ പറയും 500 കാര്യം ഒരു വണ്ടി പാസ്സാകുന്നത്. ഗൂഗിൾ റിവ്യൂ ഗൂഗിൾ റിവ്യൂ ചെറിയായിട്ട് അതിനകത്ത് മൊത്തം. അതായത് പിന്നെ ഒരു വണ്ടി പാസ്സായിട്ട് 500 രൂപയാണ് ആ കാണുന്ന RTO ഓഫീസിൽ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെപ്പോലുള്ളവര് പിന്നെ കേരളത്തിൽ അടച്ചത് കൂടാതെ വീണ്ടും 25,000 ടാക്സ് ഇവിടെ അടിക്കണം. എന്നാലേ വണ്ടി കൊടുക്കുള്ളൂ. ഇതൊക്കെ വെറുതെ തട്ടിപ്പാട്ടോ. നമ്മൾ ശരിക്കും കിടന്നാണ് ഒച്ചപ്പാണ്ടാക്കണം, അലമ്പാക്കണം. പിന്നെ ആകെ അതിന്റെ പുറകെ തൂങ്ങി നടക്കണുണ്ടോ. അതാണ് വിഷയം. ഒരു ദിവസം പോവും അവന്മാരുടെ ഒച്ചപ്പാടാക്കി നടക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ മാറി ഓടാന്ന് ചിന്തിച്ചത്. ഇന്ത്യയിലെ ഏക ഒരു സ്റ്റേറ്റ് ആണ് വണ്ടിക്ക് ബുക്കും പേപ്പറും എല്ലാ കാര്യം കറക്റ്റാണെ പോലും പോകാൻ പറ്റാത്ത ഒരു സ്ഥലം മധ്യപ്രദേശ് അല്ലേ? അതെ, സത്യമായ കാര്യമാണ്. വണ്ടികളൊക്കെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യമുണ്ട്. ഇന്നും ഫോഗിയായ കാലാവസ്ഥയാണ് ഫ്രണ്ടിലേക്ക്. ഫോഗിന്ന് വെച്ചാൽ ഇന്നും ഫോഗിയായ കാലാവസ്ഥ. പക്ഷെ ഇന്നലത്തെ രാത്രിയുടെ അത്ര ഇല്ല അവനെ. ഇന്നലെ രാത്രി എന്തായിരുന്നു ഫോഗി. കഴിഞ്ഞ ദിവസം എക്സ്പ്രസ് റോഡിന്റെ അത് കയറി വന്നിട്ട് ചെച്ചിന്ന് പറഞ്ഞിട്ട് കിലോമീറ്റർ പോയിട്ട് ഇങ്ങനത്തെ റൂട്ടിൽ കയറാൻ നേരത്തെ സത്യം കേട്ടോ നീ പറഞ്ഞത്. ഈ NH-നകത്ത് അറിയുന്നേ ഇല്ല കിലോമീറ്റർ. അതായത് നമ്മൾ അവിടെ നിന്ന് എത്ര 600 കിലോമീറ്റർ കണ്ട് നിസ്സാര സമയം കൊണ്ട് നമ്മൾ ഓടി തീർക്കും. ഇപ്പൊന്ന് വെച്ചാൽ 300 കിലോമീറ്റർ ഫ്രണ്ടിൽ ഈ ബൈക്കുകൾ ഇതേപോലെ നിൽക്കും കേട്ടോ. ഇതുണ്ടോ ഇതേപോലെ ക്രോസ് ചെയ്യും, അതേപോലെ ഒക്കെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് ഓവർ അങ്ങോട്ട് പ്രഷർ എടുത്ത് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ചെയ്യുന്നത് ഇവർക്ക് പോലും അറിയത്തില്ല. സ്പീഡിൽ വരുന്ന വണ്ടിയുടെ ഇടയ്ക്കോട്ടാണ് ഇങ്ങനെ ക്രോസ് ചെയ്ത് കുത്തി കയറ്റുന്നത് അല്ലേ ഇവനെ? അത് വരാൻ നേരത്തെ ചവിട്ടി കിട്ടൂലേ ഈ റോഡിന്റെ അകത്ത്? അത് ബൈക്ക് എവിടെ ഇന്നലെ മഞ്ഞിന്റെ അകത്ത് റോങ് വന്ന ആൾക്കാരാ. രാവിലെ ഞങ്ങൾ മുട്ട കഴിക്കാൻ പോകണം. ഇങ്ങോട്ട് ചോദിക്കാം.
ഗൂഗിൾ പേ ഉണ്ടാവൂല. വേറെ കാര്യമുണ്ട് കേട്ടോ. ഞാനും ഒന്ന് നോക്കിട്ടോ, ഞാനും ഒന്ന് നോക്കി വണ്ടി ഇങ്ങനെ സൈഡിലോട്ടാക്കിയപ്പോഴേ ഞങ്ങൾക്കുള്ള സമ്മാനമാണോന്ന്. ആണോ ഗൈസ്? ആ പോലീസ് വണ്ടി നമ്മളെ ചേസ് തന്നെയാണല്ലോ ഇത് വരുന്നത്. ഇവനെ ബേക്കാക്കി ഫ്രണ്ടാക്കി, ഇതെന്താ സംഭവം? നമ്മൾ വന്നത് ഈ ആർട്ടിക്കാർ അറിഞ്ഞോ? ഗൈസ് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ടോള് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവാണേ. ആദ്യത്തെ ടോൾ ഇന്ന് വലിയ ടോളാണല്ലോ ഇവനെ. നമ്മുടെ ടോളിനകത്ത് പൈസ ഉണ്ടോ? 60 രൂപയുള്ളൂ കേട്ടോ വണ്ടിക്ക് വൺ സൈഡ്. LMBയ്ക്കും മറ്റേ കാറിനും ചില സ്ഥലങ്ങളിൽ മാറ്റം ഉണ്ട് കേട്ടോ. ഇവനെ നമ്മൾ അന്ന് കണ്ടില്ല, ഇവര് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുക. കണ്ടോ ആടും അതെ, അതേപോലെ കുതിരവണ്ടി. പണ്ട് ട്രാക്ടറിന് വരെ ഈ സാധനങ്ങളായിരുന്നു ഇവർ ഉപയോഗിച്ചത്. പുല്ല് പൊടിച്ചു, അതേപോലെ പശുവിന് തീറ്റ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിരുന്നേ. മധ്യപ്രദേശിലെ ചില ഭാഗങ്ങളിൽ രാജസ്ഥാനിലുണ്ടല്ലേ ഉണ്ട്. നല്ല രീതിയിലുള്ള തണുപ്പ് ഇങ്ങോട്ട് വീണ്ടും തുടങ്ങി, പോകും തുടങ്ങി. അല്ല ഇവനെ മഹാരാഷ്ട്ര കഴിഞ്ഞ് കർണാടകയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ക്ലൈമറ്റ്. ഇവനെ ഇന്ന് നേരത്തെ ആണല്ലോ ഈ ക്ലൈമറ്റ് ചേഞ്ച്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മണി 5 മണി ആകുമ്പോഴായിരുന്നു ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇത്രയും പേരുണ്ടായിരുന്നു. അതിന്റെ സംബന്ധിച്ച് നമ്മൾ പരമാവധി നമ്മൾ ഇന്നലെ കിടന്ന് എത്ര മണിയായപ്പോഴാ? 3 മണിയായപ്പോഴാ. മഴയാണോ മഞ്ഞാണ് ഈ പെയ്യുന്നത്? മഴയാ? അതിശക്തമായ മഴ പെയ്താൽ അവരിറങ്ങരുത്. ശക്തമായ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര മഴ ഉണ്ടാവുന്നല്ലേ ഇവനെ. ഞാൻ വിചാരിച്ചില്ല ഇത്ര മഴ പെയ്യുന്നു. കഴിക്കാൻ കയറുന്നുണ്ടാ? ഇവിടെ കയറാം, അത്യാവശ്യം നല്ല ഹോട്ടലാ. കയറാം ഇവിടെ കയറാവനെ. ഇനി ഓടി നോക്കണ്ട. നല്ല അടിപൊളി ചിപ്സ് ഒരെണ്ണം കിടക്കുന്നവനെ. ഞങ്ങൾ ഈ വഴിയാണ് പൊക്കോണ്ടിരുന്നത്. ഞങ്ങൾ ഈ വഴി കേട്ടോ ഫ്രണ്ടിലേക്ക് പൊക്കോണ്ടിരുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടില് ഇവിടെ വന്നപ്പം വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാണ്ട് കേട്ടോ. വിശന്നിട്ട് കണ്ണാണില്ല. നല്ല സൂപ്പർ പൊടിമഴ. ഈ ഫോണിൻ്റെ അത് കറക്റ്റ് കാണാൻ പറ്റും പൊടിമഴ. നോക്കൂ, ഞങ്ങൾ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് കേട്ടോ. ഇതാണ് അവൻ്റെ മെനു. ഈ സാധനം ഇവിടെ എല്ലായിടത്തും കിട്ടുകയല്ല കേട്ടോ. ഈ കാണുന്ന മഞ്ഞഡാല് എന്തിയാ അത്? മഞ്ഞഡാല് അതെ, എന്തിയാണത്? ഈ സാധനം കിട്ടി. അപ്പോൾ കഴിച്ചേക്കാം. ഞങ്ങൾ 5-6 സാധനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വരട്ടെ. റൈസ് പ്ലേറ്റ് വന്നു. നോക്കിയേ, ഇതന്നെ ഇത് ഫുള്ള് ചെളി. ഇതെന്തെന്നാ അതോ? ഓ ഇത് നോക്കിയേ. ആദ്യം തന്ന സാധനം ഞങ്ങൾ തിരിച്ചു വിട്ടു. അതിനുശേഷം ഇത് വന്നു കേട്ടോ. എല്ലാം കണക്ക് തന്നെയാണ് അല്ലേടാ? ഉള്ളി പോലും കഴിയിട്ടില്ല കേട്ടോ. എല്ലാം കണക്ക്. അതൊക്കെ ഇവിടെ പ്രതീക്ഷിക്കാവുള്ളൂ കേട്ടോ. നോക്കൂ, ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. രണ്ടാമത് തന്ന പ്ലേറ്റിൻ്റെ അകത്ത് മണ്ണ് അസുഖം വരും ഉറപ്പാ. അതുകൊണ്ട് അവൻ വീണ്ടും പറയാം ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അവൻ്റെ അടുത്ത് ഒരു കുപ്പി വെള്ളം മേടിച്ചായിരുന്നു. പിന്നെ 2 മറ്റേ ഫ്രൈസ് വരെ സാധനം മേടിച്ചായിരുന്നു. അതിന്റെ പൈസ കൊടുത്ത് ഞങ്ങളൊക്കെ പോകുന്നു കേട്ടോ. വെറുതെ റിസ്ക് എടുക്കണം. കാരണം വല്ല പണിയും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ പണി പാടും. ഇവിടെ ധാബയിലല്ല വേറൊരു സ്ഥലത്ത് കയറി കഴിക്കാൻ കൊള്ളൂല്ലോ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അവന്മാര് പേടിപ്പിച്ചു നോക്കും നമ്മളെ തിരിച്ചു പേടിപ്പിച്ചു കഴിഞ്ഞാൽ അവന്മാര് പേടിക്കും. കുറച്ച് നേരം മഴ നിന്നിട്ട് വീണ്ടും പെയ്യാൻ വേണ്ടി തുടങ്ങിയവനെ ഇതാ വീണ്ടും ഇങ്ങോട്ട് ഈ മഴ പെയ്ത് ചാറ്റൽ മഴയാണ്. ഈ ചാറ്റൽ മഴ എന്ന് വെച്ചാൽ റോഡ് കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഒരു കടയിൽ കയറിയിട്ട് നമുക്ക് 2-3 സാധനം കൂടെ മേടിക്കാറുണ്ട്. ആ സാധനം കൂടെ മേടിച്ചിട്ട് പോവല്ലേ അവനെ. ഫൈനലി അങ്ങനെ നമ്മളൊരു ടൗണിൽ എത്തിയല്ലേ ഇവനെ. ഒരു സാധനം എന്റെ സൈഡ് പൂട്ടവനെ. ആ സൈഡിൽ തന്നെ പറ്റിയേ അത് നോക്കണ്ട. നേരത്തെ പോയിരുന്നാ ഇവനെ പ്ലീസ് ലോക്ക്. ആദ്യം ഫാന് തന്നെ വർക്കാവുന്നുണ്ട്. അത് ഇച്ചിരി എഞ്ചിൻ കൂളാണ് ഇവന്. വേറെ രക്ഷയൊന്നുമില്ല കേട്ടോ. ഈ സാധനം മേടിച്ച് കഴിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിന് 170 രൂപയുള്ളൂ ഒരു കിലോ കടല. കറുത്ത ഉപ്പും പിന്നെ ഈ കാണുന്ന വലിയ കടല അത് 2 മേടിച്ചു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരായിരിക്കും രാത്രിയില് അല്ലേ. നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് പാനിപ്പൂരി കഴിച്ചിട്ട് പോകട്ടെ. ഇവിടെയാണ് ഒട്ടുക്കത്തെ തിരക്കാണല്ലോടാ. അവന് തിരക്കില്ലല്ലോ. നോക്കൂ, അങ്ങനെ ഫൈനലി അപ്പാപ്പൻ്റെ അടുത്ത് ഞങ്ങള് പാനിപ്പൂരി നല്ല വയറ് എറിഞ്ഞോട്ടോ ഇവനെ. അടിപൊളി സാധനം. കഴിച്ചതില് കഴിച്ചതിൽ ഏറ്റവും നല്ല സാധനം എടുത്തു. ഞങ്ങൾ നേരെ പോവാട്ടോ. അതായത് മധ്യപ്രദേശ് തന്നെയുള്ള ഏതാണ്ട് ഇനി 190 കിലോമീറ്റർ മധ്യപ്രദേശ് കൊടുത്താല് മധ്യപ്രദേശ് തീരുള്ളത് പോലീസ് പോസ്റ്റ്. അതെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈവേയിലുള്ള പോലീസ് സ്റ്റേഷനും പോലീസ് പോസ്റ്റും എല്ലാം ഒരുമിച്ചായിരിക്കും ഇവിടെ ഹൈവേയില്. ഇങ്ങനെ കാണിക്കില്ലേ പാവം നമ്മുടെ സാറന്മാർ. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. ഇടനെഞ്ചിൻ തീരം തേടി മഴ
മഴവില്ലായി മാറും നേരം ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ പകലുകളായി മാറുമ്പോൾ ലക്ഷ്യം മെല്ലെ നമ്മിൽ ചേരുന്നേ ആരവമെല്ലാം വന്നിന്നൊരു കാതിൽ മെല്ലെ ചൊല്ലുന്നേ ലോകം മെല്ലെ താനെ മാറുന്നേ തിരയില്ല കടലോ മെല്ലെ താളം തുള്ളുന്നേ അറിയാക്കഥ ചൊല്ലാനായി തിരയാൻ നിൽക്കല്ലേ ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടാൻ പോകുന്നേ ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ തന്നന്നം നാനാനേ താനാനാനേ നനന തന്നന്നം നാനാനാനേ നാ ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ ഫൈനലി ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. മധ്യപ്രദേശിലെ ഏതോ ഒരു ടൗൺ ആണ്. തിരക്ക് നോക്കിയേ എവിടെ മേൽപ്പാലം ഇല്ലാത്തതിന്റെ ബ്ലോക്ക് ആവുന്നേ അപ്പുറത്തും ഇപ്പുറം ക്രോസില്ലാത്ത കാര്യട്ടോ. എന്നിട്ട് ഇത്രയും ദ്രോഹം ഈ നടുക്കൊണ്ട് ചെയ്യുന്നല്ലേ. മേൽപ്പാലം ഇല്ല. ഇവിടുത്തെ സംഭവം അവർ കാണിക്കണ്ട. ഇവിടുത്തെ മറ്റേ ഇത് കിട്ടുന്ന സാധനം കേട്ടോ. അതായത് അത് തന്നെ അത് കിട്ടുന്ന സംഭവം. ആർമി അല്ലെ പോലീസ് അല്ലെ SIs അങ്ങനെ പല വണ്ടി പൊളിറ്റീഷ്യൻ ഇങ്ങനെയല്ലാത്ത വണ്ടികൾ വളരെ ആ ഫ്രണ്ടിൽ പോകുന്ന ബലേറയ്ക്ക് നമ്പർ പ്ലേറ്റ് പോലും ഒന്നുമില്ല. ഈ 2 ബലേറയ്ക്ക് നമ്പർ പ്ലേറ്റ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോ അന്യായ തണുപ്പല്ലേ ഇവനെ. വണ്ടി കൂടി അതേപോലെ 169 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോരാടുന്ന സ്ഥലം സത്യം. നമ്മള് 106 3 നമ്മള് പോരാടണം. ഒന്ന് പോരാടിയോ പോരാ. പക്ഷെ അതേ സമയത്ത് 1500 രൂപ വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പോരാട്ടം. പക്ഷെ നമ്മുടെ മനസ്സാണ് അവർക്ക് കൊടുക്കാൻ നമുക്ക് സമ്മതിക്കുകയില്ല അല്ലേ. അതാണ് നമ്മുടെ കുഴപ്പം. ഈ പ്രാവശ്യം നമ്മളെ പിടിച്ചെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കും. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ എടുത്തുകൊണ്ട് ഈ പ്രാവശ്യത്തെയും കൂടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഓൺലൈനിൽ ഇത് ചെയ്ത മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഉറപ്പായിട്ട് കംപ്ലൈന്റ് ചെയ്യണം. പക്ഷെ ഇത് എപ്പോഴും കേറുന്ന ഇതിന് ഇത് പിന്നെ ഇങ്ങനെ തന്നെയാണ്. ഇത് വർഷങ്ങളായി ഇങ്ങനെ തന്നെ. ഇന്നത്തെ എത്രാമത്തോളാണ്? ഇന്ന് 5ാമത്തെ 6ാമത്തെ എങ്ങാണ്ട് നമ്മൾ ടോള് കൊടുക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഏതാനും നിമിഷങ്ങളിൽ മഹാരാഷ്ട്ര ഇവരെ മഹാരാഷ്ട്ര ടോള് കൂടുതലാ. ആ മധ്യപ്രദേശ് മഹാരാഷ്ട്രയില് ഏറ്റവും ചെറിയ ബ്ലോക്ക്. ഇതെന്താ സംഭവം? ഇതൊന്നും ഒന്നും അല്ല കേട്ടോ. ഏതാ വണ്ടി? ഏതൊരു വണ്ടിക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇല്ല. അതാണ് സംഭവം. അപ്പൊ ഈ കിടക്കുന്ന എല്ലാ ട്രാക്കിലും വണ്ടികൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലേ ഇവനെ? പൊട്ടന 2 വണ്ടി കഴിഞ്ഞ അതിനാ അല്ല ഇവനെ ആ വണ്ടി മറ്റേ വണ്ടി റിവേഴ്സ് എടുക്കുന്ന പിന്നെ സംഭവം. എല്ലാ ട്രാക്കും ബ്ലോക്ക് ആയി പോയല്ലോ. ഒരു ട്രാക്ക് തുറക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറെ ഫാക്ടറി ഇവിടെ മധ്യപ്രദേശ് ഉണ്ട്. ഇങ്ങനെ വാഹനങ്ങൾ പുതിയതായിട്ട് നിർമ്മിക്കുന്നത് ആണോ മധ്യപ്രദേശ്? പിന്നെ മധ്യപ്രദേശിലെ കുറെ കമ്പനികൾ ഇതേപോലെ നിർമ്മാണം ഉണ്ട്. ആ ശരിയാട്ടോ. ഇത്രയും ചെറിയ ഓട്ടം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നീ കണ്ടിട്ടുണ്ടോ? കുടിസ് പാവം ഒരു മനുഷ്യൻ കേട്ടോ. ശ്രമം പുള്ളിക്കാൻ അത് വെറുതെ തരാന്ന് പറഞ്ഞു. വെറുതെ വേണ്ട, എനിക്ക് പൈസ തന്നിട്ട് തന്നെ മതി എന്ന് പറഞ്ഞു. കൊറേ പേരുണ്ടല്ലോ. ഇല്ല ഞാൻ എല്ലാവരും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഹിന്ദി അല്ല ഇവര് പറയുന്നത്. നോക്കൂ, കേരളത്തിലെ പോലെ ഇവിടെ നല്ല മഴക്കുള്ള സാധ്യത ഞാൻ ഇവിടെ ന്യൂനമർദ്ദമല്ലേ. ചിലപ്പോ നമുക്ക് നമ്മുടെ വണ്ടി നനയൂലേ പിന്നെ ഉള്ളല്ലേ ഉള്ള ഞാനും ഇങ്ങനെ അല്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എവിടെ ടാപ്പ മേടിച്ച് മേടി കെട്ടാൻ ഓർക്കണം കേട്ടോ ഇവനെ. അല്ല മറക്കരുത് കേട്ടോ. ചെറിയ മഴയ്ക്ക് കുഴപ്പമില്ല, വലിയ മഴ വന്നിട്ടുണ്ട്. നോക്കൂ, അതായത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് RTO ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി പോകണം. ഞങ്ങൾ വിചാരിച്ചിട്ട് അപ്പുറത്തൂടെ പോയാലും എയിലെ പോയാലും ഇമാര് വന്നു കഴിഞ്ഞാൽ പിന്നെ വാക്ക് അത് എടുക്കാം. ഇപ്പം നേരെ പോവാം. നേരെ പോയിട്ട് വരുന്നിടത്ത് വെച്ച് എന്നാണോ അത് കാണാമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കാണുന്ന വഴി കൂടെ ആയിട്ട് നമ്മൾ ഈ റോഡ് എന്ന് വെച്ചാൽ പക്കാ മോശം റോഡാ ഇവനെ. 100-150 കിലോമീറ്റർ 150 കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ RTO ഓഫീസ്. ആ കേറുന്നിടത്ത് തന്നെയാണ് കുണാണ്ടർമാരുള്ളതും. അതായത് RTO ഓഫീസാണ് കുഴപ്പമില്ല കേട്ടോ. ഇത് വെയിറ്റ് ചെയ്യിപ്പ് പിന്നെ അതേപോലെ തന്നെ എല്ലാ പരിപാടിയുണ്ട്. അതിന് ശേഷം അവന്മാർ വിളയാട്ട് തുടങ്ങും. അവർ കുറെ കുണാണ്ടർമാരുണ്ട്. അവന്മാരാണ് ഇതിന്റെ മെയിൻ. ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. എന്നു ചോദിച്ചു കഴിഞ്ഞാല് RTO അല്ലായിരിക്കും. RTO പൈസ കൊടുത്ത് നിർത്തിയാക്കുന്ന ഗുണ്ടകളാണ് അവിടെ ഭരിക്കുന്ന മൊത്തം. അല്ലേ
ഒരു കാര്യമില്ലാതെ വെറുതെ ഇങ്ങനെ ഇപ്പൊ ഇട്ടോ. നേരത്തെ അപ്പുറം കണ്ടായിരുന്നു ആർട്ടിയോ വണ്ടീനെ പിടിച്ചിട്ട് പൈസ മേടിക്കുന്നത്. ഗൈസ്, ഇവിടെ ഭയങ്കരമായിട്ട് ഇവിടെ ആർട്ടിയോ എന്ന് വെച്ചാൽ ക്രൂരതയുടെ അങ്ങേയറ്റം. എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെ തന്നെ. ഉമ്മർക്ക് കാശ് മതി, വേറെ ഒന്നും വേണ്ട. ഗൈസ്, നോക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എനിക്ക് വന്നാൽ ഇവിടെ ആർട്ടിയോമാർ ഏറ്റവും കൂടുതൽ തൊല്ലി ഇവിടെയാണ്. ഇവന് ഏറ്റവും കൂടുതൽ റെയ്ഡ് നടക്കുന്ന സ്ഥലം അത്, ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന സ്ഥലം അത്. എന്നിട്ട് ഉമ്മാര് വീണ്ടും മേടിക്കും. നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് എന്ത് കൊണ്ടുവരുന്ന ഉരുളക്കിഴങ്ങ്. ഇവന് ഈ ചതിപ്പിന്റെ അകത്തൂടെ ഒരു വണ്ടി കയറ്റിയില്ല ഇവന്. തമിഴൻ വണ്ടി ആട്ടോ. തമിഴൻ വണ്ടി ഉരുളക്കിഴങ്ങ് നല്ല ഫ്രഷ് സാധനം. നോക്കിയേ, ഇത് മധ്യപ്രദേശിൽ ലോഡ് കയറുന്ന കാണുന്നത്. നോക്കി എത്ര ചാക്കാന്ന്. അതിന്റെ മുതലാളി ചെവി ഫോണും പിടിച്ചോണ്ടിരിപ്പുണ്ട്. എന്റെ പൊന്നെ, ഇത് മൊത്തം അത് കേട്ടോ. ഇത് സുമ്പ എല്ലാം പറിച്ച് ചാക്കിലാക്കി ഇന്ന് ലോഡ് കയറി നോക്കൂ. ഫൈനലി നമ്മളങ്ങനെ എത്താൻ വേണ്ടി പോവാണ്. ആ കാണുന്നത് അങ്ങോട്ടുള്ള അതിന്റെ ഇറക്കവും കയറ്റവും ആണ് ഈ കാണുന്നത്, അല്ലേ നിബിയെ? ഈ ഇറങ്ങി ചെല്ലുമ്പോ അവർ ഒരു കയറ്റുവിടലുണ്ട്. ആ കയറ്റുവിടൽ കാണുമ്പോഴത്തേനും ഇവനെ ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാല് ഇച്ചിരി വളവും തിരിവുള്ള റോഡാണ്. അതായത് പല വണ്ടി ഇതിനകത്ത് അടിച്ചു കിടക്കുന്നുണ്ട് ഇവനെ. ആ ഇപ്പൊ അടിച്ചതേ ഉള്ളൂ. ആ വണ്ടി ബേക്കിൽ നിന്ന് വന്ന വണ്ടി വെള്ള ചവിട്ടി കിട്ടാതെ റിവേഴ്സ് വന്നപ്പോ അടിച്ച വണ്ടിയായിരുന്നു. ഇവിടുത്തെ കല്യാണം നോക്കിയടാ ഇവനെ. എല്ലാരും ഉണ്ടല്ലോ അവിടെ. ഇവിടുത്തെ കല്യാണ രീതി വലിയ ആൾക്കാരുടെ കല്യാണം. ഇവനെ വലിയ ആൾക്കാരുടെ കല്യാണോ? ആ, ഇനിയിപ്പോ ഇവിടുന്ന് ഇത് ഇറക്കാം. ഈ ഇറക്കം കഴിഞ്ഞ് ഇങ്ങനെ 2-3 സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർടി ഓഫീസ് കിട്ടും. മധ്യപ്രദേശ് ആർടി ഓഫീസ് കിട്ടും. അതാ കുടിക്കാനുള്ള വെള്ളം കണ്ടോ, തണുത്തോളം. തണുത്തോളം. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി. ഇനി എന്നെ സംബന്ധിച്ച് ഇതേപോലെ 2 ഡിവൈഡർ അപ്പുറം ഇപ്പുറം കാണും. ഓവർടേക്ക് ഒന്നും പാടില്ല. ഇവിടെ ഏതെങ്കിലും കമ്പി വണ്ടിയുടെ അപ്പുറത്ത് ഇറക്കിയെടുക്കുന്നത്. ഭയങ്കര അപകടമുള്ള റൂട്ടായിരുന്നു. ആ, ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു, ഈ കാണുന്ന ഡപ്പ നിരത്തി വെച്ചു. അതായത് ഇവിടെ ഓവർടേക്കിംഗ് ആയിരുന്നു ഏറ്റവും വലിയ അപകടം. പോലും ഇവിടെ അപകടം കൂടുതലാണ്. ഇവരിൽ പകുതി ആൾക്കാർ മധ്യപ്രദേശ് സുലഭമാണ് മദ്യം. എല്ലാ റോഡ് സൈഡിലും കിട്ടും. അതായത് ചുവപ്പും പച്ചയായിരിക്കും അതിന്റെ ഒരു സിഗ്നൽ. അതായത് അതിന്റെ ഒരു ക്രോസ് ആയിട്ട് സംഭവം. അപ്പൊ എല്ലാ ദാബയിലും കിട്ടും. ആ ദാബ ഭയങ്കര തിരക്കുമായിരിക്കും. അപ്പൊ അതെല്ലാം അടിച്ചിട്ട് ഇതിനകത്ത് പാഞ്ഞു പോയി അവിടെ ഇവിടെ പോയി ഇടിക്കോ, ഭയങ്കര പ്രശ്നം. ഇവിടെ തന്നെ പോകുമ്പോൾ 2-3 നമുക്ക് ഫസ്റ്റ് തന്നെ ഇറപ്പിച്ചിറക്കിയാൽ മതിയേ. ഈ ട്രാവലറിന് ഒരു വിഷയമുണ്ട് കേട്ടോ. ഇതിന് ഓവർ പിന്നെ ബ്രേക്കെ കാല് വെച്ച് ഓടിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓവർ ബ്രേക്കെ കാല് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് നഷ്ടപ്പെടും കേട്ടോ. ഗായ്സ്, ഞങ്ങൾ അതിബുദ്ധി കാണിച്ച് ട്രാക്ക് മാറ്റിയതാണ്. ഇപ്പൊ ട്രാക്കിലായത് ഞങ്ങള്. ബാക്കിയുള്ള നമ്മുടെ കൊടുത്തുള്ള വണ്ടി എല്ലാം കയറി പോന്നു. വെട്ടിക്കാൻ നിൽക്കണ്ട, എഴേണ്ടി വന്നു കേട്ടോ. അയ്യോ, അത് മൂഞ്ചി പോയി കേട്ടോ. ഇവനെ ഈ സൈഡുണ്ട്, ഇവനെ സ്ഥലമുണ്ട് കയറി പോവാൻ. ഉണ്ട്. അവൻ സൈഡ് വന്നിട്ടുണ്ട്. വിട്ടോ കയറൂലേ? ബസ് കൊണ്ട് പോയത് കുട്ടിപ്പുഴയാണ്. എന്ന് പോയാലും ഇവിടെ വണ്ടി കത്തിയതാ. അത് 2 വണ്ടി കത്തിപ്പോയി. ഇതാ വേറെ ഒന്നും കത്തി കിടക്കുന്നു. അത് അടുത്ത അതിന്റെ ഇടയ്ക്ക് കമ്പിയും കൊണ്ട് ടാറ്റർ അടിപൊളി. ഇതെന്താ സംഭവം? പിന്നെ നോക്കണേ കാണുന്ന ടോള് കഴിയുമ്പോൾ ഇപ്പം കണ്ടോണേ ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം. എല്ലാ സ്ഥലത്തും ഉമ്മാര് നിൽക്കുന്നുണ്ട്. കണ്ടോടാ ഇവനെ ലോറിനെ തന്നെ പിടിക്കാൻ വേണ്ടിയായത് ഇത്. നമുക്ക് ആ ബസ്സിന്റെ പുറകെ പോയാലോ ഇവനെ. ബസ്സിന്റെ ഇമാര് തുറക്കൊന്നുമില്ല. ബസ്സിന്റെ പുറകെ പോകണ സ്പീഡ് ചാർജ് നമുക്കും കിട്ടുമായിരുന്നു. മധ്യപ്രദേശ് ആറ്റിനോടെ ആ ബസ് കയറി പോകുന്ന അതിൽ കയറി പോയാൽ ഏത് വണ്ടിയെയാണ് കൊടുക്കുവാന്ന് നോക്കിയിരിക്കുവോ. ഓ ഗായ്സ്, ഇവിടെ ഏച്ചറിന്റെ ഫാക്ടറി ഉണ്ട് കേട്ടോ. ഫുൾ ഏച്ചറിന്റെ വെഹിക്കിളാണ് ഇത് മൊത്തം. ആ, എന്തോരം എനിക്ക് തോന്നുന്നു മധ്യപ്രദേശ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവനെ, ഇഷ്ടം പോലെ കമ്പനിയുടെ ഫാക്ടറികളുണ്ട് ഇവിടെ. ഗായ്സ്, എന്തെന്നാ സംഭവം? റോഡിന്റെ അകത്ത് മൊത്തം കൊണ്ട് നടക്കും വണ്ടി നിർത്തിയാക്കാണല്ലോ. ഇതെന്താ സംഭവം? ഇതിന്റെ മുമ്പോ തമിഴ് ചോദിക്കടാ. ഓ, റോഡ് സൈഡ് പോണമാ. ഓക്കെ അണ്ണാ, റോഡ് സൈഡ് പോണം. ഇപ്പൊ എല്ലാം നല്ല വാക്ക് പറട്ടെ. നമുക്ക് എല്ലാ സംഭവം ഇപ്പൊ ഇതാകുന്ന തോന്നുന്നുണ്ട്. ആ റോഡ് മൊത്തം ക്ലോസ് ആക്കിയത്. മൊത്തം ക്ലോസ്. അണ്ണൻ എന്നോട് പറഞ്ഞ് റോഡ് സൈഡ് നീ ആയിരം അണ്ണന്റെ വണ്ടിയാണ്. പുള്ളിയോട് ഹിന്ദി ചോദിക്കുക. ഹിന്ദി വന്ന് നമ്മള് ഹിന്ദി സംസാരിക്കണം. തമിഴ്നാട് സംസാരിക്കും. അണ്ണാ റോങ്ങി പോകാൻ പറ്റുമോ? ആണോ? அங்க ஆர்டி ஆபீஸ் இருக்கு அப்படியா? அப்ப இப்ப ഈ പോക്കിന് ആർടി ഓഫീസ് கிடைக்காது. ക്ലോസ് ആയിടും, കട്ട് ആയിടും. താങ്ക് യു. എന്താ സംഭവം എന്ന് അറിയാം. ചിലപ്പോ സമരം എന്തിനായിരിക്കും ഇവനെ. അന്നത്തെ ആ സമരം ഇവിടെയാണ് ശരിക്കും ബാധിച്ചത്. നമ്മളെങ്ങോട്ടാ പോവാ? ആ, നോക്കണേ, അതിനെ കോണടിക്കാൻ നോക്കണേ. കോണടിക്കാൻ ഈ സൈഡ് ഇഷ്ടം പോലെ സ്ഥലമാണ്. അതല്ല, നിന്റെ ബേക്ക് നോക്കിയാടാ. എന്റെ ബേക്കാ? ആ, കുഴപ്പമില്ല. പോട്ടെ. ആർടി ഓഫീസ് ഇല്ല കേട്ടോ.
ആർ ടി ഓഫീസ് അല്ല വണ്ടിക്കാർ എവിടെ എന്തോ ഒരു സമരം നടക്കുന്നുണ്ട് ഇവിടെ എന്തോ മറ്റേ 10 കൊല്ലം എന്തോ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു ശിക്ഷ അങ്ങനെ എന്തോ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ അതിന് നേരത്തെ ഇവിടെ സമരം ഉണ്ടായിരുന്നു റിവേഴ്സ് അടിക്കാനുള്ള എല്ലാം കലക്കി ഇത് വേണം ഇത് ഓക്കെ ഓ കാശ് നോക്കി ഇങ്ങനെ ബ്ലോക്കി കിടക്കുവല്ലേ എവിടെ ഇത് സ്ട്രൈക്ക് തന്നെയാ ഇവര് ഇത് സ്ട്രൈക്ക് തന്നെയാ ഇതാ വണ്ടിയെല്ലാം കൊണ്ട് വഴിക്കിട്ടാക്കുന്നു അതല്ല എനിക്ക് മനസ്സിലായിട്ടില്ല വണ്ടിയെല്ലാം കൊണ്ട് വഴിക്കൊണ്ട് തടഞ്ഞിട്ടാക്കുക അത് തന്നെ ആ നിയമം മാറ്റിയില്ലേ വീണ്ടും തുടങ്ങുമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് തന്നെ 2-3 ദിവസം ഇതേപോലെ വണ്ടിയായിരിക്കും എബിനെ നമ്മുടെ ഭാഗ്യാ ഒരു 5-6 ദിവസം മുന്നേ ഇതേപോലെ പ്രശ്നമായിരുന്നു എബിനെ ഇവിടെ ഇങ്ങോട്ടൊന്നും ബ്ലോക്ക് ഇല്ലല്ലോ വേറെ വഴിയില്ല ഇങ്ങോട്ടാണ് വണ്ടിയെല്ലാം വിടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ തന്നെ കയറിയാക്കുന്നല്ലേ ഇവരെ അതായത് അല്ല ഇവനെ ഇതാ ഫ്രണ്ടിൽ കാണുന്ന ലോറി എല്ലാം റോങ്ങാണ് പോകുന്നത് ഇതന്നെ സംഭവം അവിടെ കണ്ടില്ലായിരുന്നോ മറ്റേ കാറ് വെച്ചവനെ തടഞ്ഞിട്ടാക്കുന്ന വണ്ടി കാറ് വെച്ചാ വണ്ടി തടഞ്ഞിട്ടാക്കുന്ന ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അതിലേം വണ്ടി ഇതിലേം വണ്ടി അതിന് അവൻ അതിലേ കയറിയേ വണ്ടി 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 ഇതെന്താ സംഭവിച്ചേ അവൻ ഈ ട്രാക്കിൽ കൂടെ പോയാ പോരെ ലോറിക്കാരന് നമ്മൾ സന്തോഷിച്ച പോലെ അല്ല കേട്ടോ മുമ്പിൽ പോയി അവിടെ എല്ലായിരുന്നു ബ്ലോക്ക് അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ബ്ലോക്ക് അതാ കാണുന്ന ലൈറ്റ് അതാണ് ബോർഡർ ഇവനെ ഇച്ചിരി സ്പീഡിൽ പോകണേ നമുക്ക് ആ കാറുകാരുടെ പോകായിരുന്നു ഇച്ചിരി സ്പീഡിൽ പോക്കാം ഇവനെ ആ കാറുകാരുടെ നമ്മളെ കടത്തിക്കൊണ്ടല്ലേ നമ്മുടെ റൈറ്റ് വണ്ടിയല്ലേ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചെടുക്കണം ഇല്ല അവകാശമായിട്ട് തല്ലെങ്കിലും ചോദിച്ചെടുക്കണം അവര് പോകുന്നു അല്ലേ അവര് അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ റോഡ് നോക്കണം മറ്റവന്മാരെ മറ്റേ സാധനം വെച്ചോ ആ റൂട്ടിൽ കൂടെ നമുക്കും പോട്ടെ നമ്മുടെ വഴി അതല്ലേ നമ്മുടെ വഴി അങ്ങനെ ഇവരടയ്ക്കോ ഈ സൈഡ് കുഴപ്പമില്ല ഷട്ടർ അല്ല ഇവനെ അന്നും ഇതിലെ തന്നെ വണ്ടി വിട്ടുകൊണ്ടിരുന്നേ അന്നും ഇതിലെ കൂടെ സെൻറ്ററിൽ തന്നെയാ വണ്ടി വിട്ടുകൊണ്ടിരുന്നേ എന്റെ അമ്മോ വണ്ടി കിടക്കുന്ന വഴിക്ക് ഈ മൂലയ്ക്കാണ് അമ്മ ഉണ്ടാവുക ഇന്നാരും ഇല്ല തണുപ്പായിട്ടുണ്ട് അതെ എന്താ ഇടുന്നവന് വളരെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മളവരുടെ കൂടത്തേക്ക് പോന്നു അല്ലേ ഇവനെ റൈറ്റ് വണ്ടി വരുന്ന കൂടത്ത് ഞങ്ങളിങ്ങ് പോന്നു മധ്യപ്രദേശ് അങ്ങനെ അവസാനിച്ചു യുവന്മാര് കാറ് വേറെ പോലീസുകാരെ കൊണ്ടൊന്നും മധ്യപ്രദേശ് ഒരു കുഴപ്പമില്ല നല്ല പോലീസുകാരല്ലേ ഇവനെ ശരിയാണല്ലോ എന്നാ അവന്മാര് കഴിക്കാം കേട്ടോ നമുക്ക് എന്തായാലും സംഭവം എന്ന് വെച്ചാല് ഇനി നമുക്ക് എന്റെ ദൈവമേ ഇനി അടുത്ത് പിന്നെ അതിന്റെ വലിയ ആൾക്കാരുടെ അടുത്തോട്ട് പോകുന്നത് മഹാരാഷ്ട്ര എന്താ സംഭവം അവിടെ ഇനിയും ട്രാഫിക്കും അതേപോലെ തന്നെ പുള്ളിക്കാരൻ ഓടിപ്പോയത് ശരിയായല്ലോ അതായത് എന്താ സംഭവിച്ചാല് മഹാരാഷ്ട്രയിലെ ട്രാഫിക് നോക്കണേ കിടക്കണം മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശ് ആർ ടി ഒസ് ഒക്കെ കിടക്കുന്നത് ഒരു ദിവസത്തെ അവർക്ക് ഇമ്പള വരുമാനം മാത്രം 500 കോടി രൂപയാണ് കാരണം ഒരു വണ്ടിയെ ഏറ്റവും കുറഞ്ഞ 500 1500 2000 15,000 അങ്ങനെ പോകട്ടോ അപ്പൊ അത് അവരതിനനുസരിച്ച് ഓരോ പിന്നെ എന്തൊരു ചെറിയൊക്കെ എന്തൊരു പോലത്തൊക്കെ ഉണ്ടല്ലോ വലിയ പൈസ പിന്നെ ഓവർലോഡ് കയറുന്ന വണ്ടിക്ക് ഫൈൻ 25,000 കണ്ട പക്ഷെ അവരുടെ ഫൈൻ എന്ന് വെച്ചാൽ 10,000 രൂപ കൈക്കൂലി പറഞ്ഞ കോടിക്കണക്കിന് രൂപ അല്ലേ പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന 50 കണക്കിന് ഉദ്യോഗസ്ഥരാണ് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ അകത്ത് മഹാരാഷ്ട്രയുടെ കണ്ടാലറിയാം അതായത് അവിടെ ശരിക്കും ആർ ടി ഉദ്യോഗസ്ഥരൊന്നും അല്ലത് ശരിക്കും വെച്ചാൽ ഗുണ്ടകളെ അവർ പണിക്ക് അവിടെ നിർത്തിയാക്കുക ഈ പൈസ കാര്യങ്ങൾ എന്തെങ്കിലും ചെക്കിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാനും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യം കേട്ടോ ഒരു ദിവസം ഇവര് വേറെ കാര്യമുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വേറെ കാര്യം ഉണ്ടോ ഇവര് ലാൻഡ് വണ്ടികള് ഇവരെ കയ്യിലിരിക്കുന്ന ഫോർച്യൂണർ അങ്ങനെയുള്ള വലിയ വലിയ വണ്ടികളാണ് ഇവരെ കയ്യിലിരിക്കുന്നത് 5.5 കോടി രൂപയൊക്കെയാണ് ഒരു ദിവസം ഇവർക്ക് കിട്ടുന്നത് അല്ലേ എന്ന് വെച്ചിട്ട് മഹാരാഷ്ട്ര അല്ലേ പിന്നെ മഹാരാഷ്ട്ര നമുക്കൊരു 600 കിലോമീറ്റർ 12 മണിക്കൂർ നമുക്ക് ഓടാനുണ്ടല്ലേ ഇവനെ MH-ന്റെ ഉണ്ട് എന്തിങ്ങാ പിന്നെ മഹാരാഷ്ട്രയുടെ ഇല്ലേ മഹാരാഷ്ട്രയുടെ ഉണ്ടല്ലോ MH-ന്റെയാ പിന്നെ 2 MH അത് കഴിഞ്ഞാൽ കഴിഞ്ഞുണ്ട് പിന്നെ ഇല്ല എബിനെ MH എന്ന് ഉദ്ദേശിച്ച മറ്റേ ഇതല്ലേ മഹാരാഷ്ട്ര തന്നെയല്ലേ ഇച്ചിരി ഇറക്കങ്ങളുണ്ട് കേട്ടോ ഇനിയും വളരെ വണ്ടിക്ക് പമ്പും അതേപോലെ വണ്ടി സൂക്ഷിച്ച് പോകണം കേട്ടോ നമ്മളെ നേരത്തെ
മറ്റേ ഓഗസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലെ തന്നെ ഒരു വളവ് കേട്ടോ. അതിനേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ലേ ഇവിടെ പിന്നെ അല്ലേ? വളരെ ശ്രദ്ധിച്ചു വേണം അറിയാൻ വേണ്ടി. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ഇവർക്ക് പരമാവധി ഉറക്കം വരുന്നൊരു ടൈമാണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഇവിടെ ലോറിയാണ് വളരെ പയ്യെ പോവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ വേറെ കാര്യമുണ്ട്, ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചെക്കാറ് താഴോട്ട് എല്ലാ നേരത്തെ. നോക്കി എല്ലാ വണ്ടിയും ഫസ്റ്റിൽ എത്രത്തോളം സ്പീഡ് കുറച്ച് പോകാൻ പറ്റുമോ അത്രത്തോളം. ബ്രേക്ക് നമ്മുടെ വണ്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് മിസ്സായി പോകുന്നുണ്ട്. അത് എന്താ സംഭവം നമുക്ക് നോക്കണം കേട്ടോ. ടൈറ്റ് ആയി പോകണോ ലൂസ് ആയി പോകണോ? ആണോ? ചില സമയത്ത് ബ്രേക്ക് താഴുന്നുണ്ടോ ബ്രേക്ക് വെക്കുന്നു. അത് ചിലപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൂഡ് ഇല്ലാത്തതാണോ? എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നിട്ട് ബ്ലോക്ക് തുടങ്ങി. ഇങ്ങനെ ഇത് ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് നേരെ RT ഓഫീസിന്റെ മുന്നിലോട്ടാ പോയി കാണുന്നത് കേട്ടോ. MBRT ആണ് ഞാൻ ഉദ്ദേശിച്ചത്. MBRTയുടെ നേരെ അങ്ങോട്ട് തന്നെ നമ്മൾ കയറുന്നത്. അങ്ങ് താഴെ വരെ ബ്ലോക്ക് ആയിക്കാം കേട്ടോ. പല സ്ഥലത്തും ഗോ സ്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ് നോക്കി അവിടെ ലൈറ്റ് അടിക്കുന്ന നോക്കിയാല് റെഡും ഉണ്ട്, വെള്ളയും ഉണ്ട്, നീലയും ഉണ്ട്. അപ്പൊ എല്ലാം ഏറ്റവും വലിയൊരു ഇറക്കം ഇറങ്ങുന്നിടത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. വണ്ടി ഓസിട്ട് കൊടുത്താക്കവനെ നോക്കൂ. ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി. ഞങ്ങൾക്ക് ഒരു ബ്രേക്കിനൊരു സംശയം. ഏതായിരുന്നു ബ്രേക്കിന്റെ? ഇതിലെ കൊണ്ട് പോകുന്ന കണ്ടൊരു പൈപ്പാ. ഇത് കൂട്ട് പൈപ്പാ അവനെ. ഇതാണ് ബ്രേക്ക് ഓയില്. തുറക്ക നോക്കി കമ്പിട്ട് കുത്തി നോക്കാം ഇതിലെ ഓയിലുണ്ടോ. ഉണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. ഇത് നോക്കട്ടെ. നിറയെ ഉണ്ട് ഉണ്ടല്ലേ. പിന്നെ അടുത്ത് ഇത് ഓയില്, ഇത് പവർ സ്റ്റിയറിംഗ് ഓയില്. പൈപ്പ് വല്ല ലീക്ക് വന്നിട്ടുണ്ടോ? ഇല്ല ഇതിന് ബ്രേക്ക് ഓയിൽ അങ്ങനെയാണ് ലീക്കായി പോകണ്ടല്ലേ. ഇനി നീ എയർ ബ്രേക്ക് ഉള്ള വണ്ടി ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴുള്ള പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര സംശയം വന്നു, അതുകൊണ്ടൊന്ന് വണ്ടി നിർത്തിയാട്ടോ. നോക്കൂ, അതായത് ഞങ്ങൾ ഇത്ര നേരം വരെ എങ്ങനെയെങ്കിലും ഓടിപ്പിടിക്കാന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ്. മനോഭാവമായിരുന്നു നമ്മുടെ മനസ്സിനകത്തുനിന്ന് വന്നത്. ആ മനോഭാവമായിരുന്നു. ഇനിയും ഞങ്ങളുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രങ്ങൾ ഓടിപ്പിടിക്കണം. എനിക്ക് അള്ളപ്പെടുവാനൊക്കെ എന്നെ ചെയ്യേണ്ടതെന്നറിയാം. റോങ് കയറി വരുന്ന നോക്കിയവരെ ഈ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചിട്ട് എന്നാ കാര്യം ഒഴിക്കുന്നത്. അപ്പുറം വണ്ടി ഇത് രണ്ടെണ്ണം. നിങ്ങൾ ആലോചിക്കണം, രാത്രിയിലാട്ടോ ഇവന്മാർക്ക് തോന്നി പോലെ അവന്മാർ ഓടിക്കും. നിങ്ങൾക്ക് വിവരമൊന്നും ഇല്ല. ഭ്രാന്താണോ ഇനി? നോക്കൂ, നമ്മളിനിയിപ്പോ മധ്യപ്രദേശ് കഴിഞ്ഞു. ഇനിയിപ്പോ മഹാരാഷ്ട്ര നോക്കൂ. ഈ കാണുന്നതാണ് മഹാരാഷ്ട്രയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ് കയറ്റിവിടാൻ ചാൻസ് കുറവാണ്. ഈ വണ്ടി കണ്ടോ? ഈ വണ്ടി ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നു. ഏതാ? ഫുഡ് കഴിക്കുന്നതായിരിക്കും അവനെ. ഇവിടെ ശരിക്കും നമ്മള് നേരെയാണ് കേറേണ്ടത്. ഇവന്മാര് കയറ്റി വിടൂല. ഇവന്മാരിവിടെ നേരിട്ട് കയറ്റി വിട്ടാൽ കുഴപ്പമില്ല. അവിടെ നിന്ന് തടയും. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നാണ് തടഞ്ഞത്. ഇതാ ഇവനെ അങ്ങോട്ട് കയറും. ലൈവ് അവന്മാര് മറ്റേ ഇതിട്ട് അടച്ചാക്കുന്ന ഏതാ കല്ലിട്ട് അടച്ചാക്കുന്നത് നോക്കിക്ക്. നാഷണൽ ഹൈവേയുടെ അവസ്ഥ വെച്ചേക്ക് സുപ്രീം കോടതി പ്രത്യേക ഇതുള്ളതാണ് ഈ മറ്റേ നാഷണൽ ഹൈവേ അടയ്ക്കരുതെന്നുള്ള. കഷ്ടം തന്നെയല്ലേ ഇവര് കാണിക്കുന്ന മൊത്തം. വേറെ വഴിയൊന്നുമില്ല കേട്ടോ. ലൈറ്റ് വേറെ ഒന്നും വിടുന്നില്ല ഇവനെ. കാറും എല്ലാ സാധനവും വിടുന്നില്ല ഇവനെ. ഇവിടെ നമ്മളെ എതിരെ കയറ്റി വിടും. ഇവിടെയാണ് മറ്റേ ഇതൊക്കെ എല്ലായിട്ട് ഇതുള്ള പോലീസുകാരും എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. അത് കണക്കാ. നമ്മൾ ട്രാക്ക് ഇപ്പുറത്തോടെ കയറ്റി വിടും ഇവനെ. ഇതിനെ വല്ലതും കയറി പോവും. എല്ലാം മറ്റേ ഇതുണ്ടെന്നേ ക്രോസിങ്. മറ്റേ സാധനത്തിന്റെ പേരിനായിരുന്നു ബസ്സിന് പോകാനുള്ള ബസ്. ഏതാ കാറിൽ കൂടെ നമ്മുടെ വണ്ടി കയറൂല. കാറ് കയറൂല. കാറ് കയറൂല. നമുക്ക് ബസ് റൂട്ട് ബസ്സിന്റെ ഇതിനെ കയറ്റിവിടാമെന്ന് ചോദിക്കും. ബസ് C1 കൂടെ. ഇത് കണ്ടോ, ഇതേപോലെയുള്ള കുറെ ആൾക്കാർ വന്നിട്ടാണ് നമ്മുടെ വണ്ടി ഇതേപോലെ തടഞ്ഞിടുക. ലൈറ്റ് ഓഫ് ആക്കിയവനെ നമ്മുടെ വണ്ടി ഇതേപോലെ തടഞ്ഞു വെക്കും. തടഞ്ഞു വെച്ചിട്ടാണ് ഇവർ ഇതേപോലെ പ്രൈവറ്റ് വണ്ടീനെ പോലും ഇവർ വിടൂല. ചെറിയ വണ്ടികൾക്ക് മാത്രമാണ്. എന്താ സംഭവം?
അതെന്നാ അതിലെ വിടുന്നേ? അതെന്താ സംഭവം? ഒരു മിനിറ്റ്, ഇതെന്താ സംഭവം? നമ്മളതിലെ തന്നെ വിട്ടെ. इतना एक गाड़ी जाएगा ना? हैं? ये क्या प्रॉब्लम? ये गाड़ी इधर जाएगा ना? 500 है? എന്തിനാ ഇതാ പൈസ വാങ്ങുന്നവനെ? ഇത് നോക്കിയേ, ഇതാ മാമൂല് മേടിച്ചു. അവൻ അടച്ചിട്ടു. ഒരു മിനിറ്റ്, ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. मैं मामूल नहीं दे देगा, मैं जाएगा इधर का है? गाड़ी नहीं जाती है, वो सिर्फ मार्केट उसको मामूल 500 रुपीज मामूल है अभी। सर अभी ये पैसा लेने के लिए वो आदमी के लिए दूसरा है या मेरे को दूसरा है? आप आगे साथ बैठे होते ऑफिस ले जाओ, उनको बोलो। ഗായ്സ് നോക്കിയേ, കൈക്കൂലി കൊടുത്താൽ അവന്മാര് എങ്ങനെയും വിടും. നോക്കിയേ, ഇത് എന്തിനാണ് ഇവിടെ പൈസ കൊടുക്കേണ്ടത്? ആർ ടി ഓഫീസില് 500 രൂപ കൊടുക്കുവാണെങ്കിൽ വിടും. മെയിൻ തട്ടിപ്പ് പരിപാടിയുണ്ട്. ഇവിടുന്ന് വെയിറ്റ് എടുക്കും, എന്നിട്ട് വേറെ ആർട്ടിയുടെ അടുത്ത് പോയി. ഇതിപ്പം വേറെ കാര്യം വെച്ചാല് നമ്മുടെ ആർ സി ബുക്കിന്റെ അകത്ത് ഇത് വെയിറ്റ് മാത്രമേ ഉള്ളൂ. അത് എത്ര വരെ അടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അടുത്ത ഇതാണ്. നമ്മുടെ ആർ സി ബുക്കിൽ എത്ര വരെ കയറ്റാന്നുള്ളത് എത്ര വരെ ഉള്ള വെയിറ്റ് എത്ര? सर एक मिनट आपका फोन में मैं चेक करें, मैं सच पे बोलेगा। आपका फोन में चेक करो। हाँ आप कौन है? डिटेल कैमरा देखिए आपका आईडी क्या है? मैं हाईवे में स्टॉप करेगा ना? कम हाईवे में आप अभी मारेगा ना मेरे गाड़ी का? कौन है स्टोन मारेगा उधर? अब मेरे को क्या चाहिए आपको? ये आदमी मेरे को सादा डॉक्यूमेंट चाहिए बोलेगा, एक उधर में गाँव में किधर से है तुम? ये गाड़ी केरला वाला गाड़ी है। किधर से हाँ यार, ऑलरेडी मैं स्टोन मारेगा रिकॉर्ड है गाड़ी में। पूरा कैमरा है। मोबाइल बंद कर, मोबाइल बंद कर, मोबाइल बंद कर। मैं उधर जाने के लिए प्राइवेट मोबाइल बंद कर। वो आदमी नहीं अलाउड नहीं करेगा, उधर पूरा बिजी है। मैं क्या करेगा? अरे फिर ऐसे है ना, तुमने डाउट पैदा कर दिया। नहीं एक आदमी सर एक काम ही एक मारेगा ना, पत्थर में मारे। किसने मारा? वो उधर विलेज में। एक मिनट सर, मैं पूरा अरे रो एक मिनट कैमरे में नहीं दिखाएगा। एक मिनट तुम डाउट तो पैदा कर रहे हैं ना, गाड़ी में कुछ है या नहीं? वो चेक करो, आपका यदि डाउट है आप चेक करो, क्यों नहीं चेक? और ना गाँव में आएगा, मैं कुछ भी लाइट नहीं है, कुछ भी नहीं है, कुमार का आई नहीं है, मैं क्या करेगा? ये छोड़ के आ रहा है, ये जो हाईवे है ना, ये जो स्टेट हाईवे है अपना, ये छोड़ दिया आपने, वो जो बीच का रास्ता है ना, ऐसा आता है, इसलिए आपको डाउट हुआ। अभी सर एक आदमी पत्र डालेगा। अरे वो पेड़ होगा कोई रास्ते दारू में पिया पीते होगा इधर वो। दारू। तुम सुनो कर अभी आउटसाइड से आए ना, इसलिए ये इसलिए हुआ। वैसा होता है पत्थर उधर। पत्थर कोई नहीं तुम मारा रे। सुनते नहीं थोड़ा यार। एक आदमी है। अरे वो शराब पीता है ना, वो रोड पे रहते आउटसाइड से गाड़ी आती है ना, ऐसा ऐसा है, जान दो सबको। अभी अब देखो भगा अरे वो नहीं गाड़ी, पूछ रहा यार। डाउट रहता है आदमी को। अरे आप एक मिनट, ये गाड़ी का अलग परमिट है, अरे लाइटेड चली नहीं हुई रे, लाइट मैंने बोला ये नाम चेक कर। हाँ ई बुलजेट देखो, वो नहीं है तब क्यों नहीं रोका तुम फिर? सर मैं बोलेगा नाम चेक चोर करने लोग के लिए। मैं डाउट अरे करेगा यहाँ पे चोर कोई लोग। चोर नहीं है। नाम सर्च करके तू भागे फिर, भागा क्यों देखो तू? देखो 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 क्या नाम नहीं बोला? अपने से अलग रास्ते से क्यों आया? हाँ? ये हाईवे छोड़ के अलग रास्ते से क्यों आया? उधर पूरा बिजी है, उधर मैं प्राइवेट गाड़ी के लाइन में जाने के लिए वो आदमी मेरे को बोलेगा इधर अलाउड नहीं है, पूरे बिजी है, मैं इमरजेंसी में केरला डालेगा। बीची ऐसा मतलब ट्रैफिक मैं ऑलरेडी मेरे पास वीडियो, मैं देखेगा उधर जाएगा। हाँ मेरे ऑलरेडी उधर जाएगा। वीडियो है। आपको किधर जाने का है? मैं केरला जाएगा, मैं इमरजेंसी जाएगा। तो इधर से रिटर्न क्यों आए फिर? वो आदमी मैं करेगा। करेगा नहीं, कोई नहीं करेगा। इसको पूछा क्या बोला क्या तुमको? तुमको क्या बोला? इसको बोला आईडी दिखा रहा, आईडी दिखा रहा। सर कुछ यूनिफॉर्म नहीं है ना, कुछ नहीं है, ये मैं क्या करेगा? ए सर ये देखो, ये इंटरनेशनल परमिट। बोला ये नाम सर्च करेगा, ये नाम सर्च करने वाला था। क्या यार, मैंने एक बोल दिया, आदमी पत्र तो डालेगा। भाग क्यों क्यों आए फिर मैं यहाँ पे? डाउट आएगा चोर लोग रे बाबा, चोर नहीं रहते। ഇവിടെ പോലീസ് പിടിച്ച എന്നാ സംഭവം എനിക്കറിയില്ല, അവരെന്തൊക്കെ ചോദിക്കുന്നു. മധ്യപ്രദേശിലുള്ള
चल कोई नहीं वो नाम जगह का नाम बोले सर हेलो वो लड़कों को डाउट हो गया ये गाड़ी रोक रहे थे वो ഗൈസ് നോക്കൂ ഒന്നും പറയാനില്ല വണ്ടിയെല്ലാം ക്ലോസ് ഇട്ടു കല്ല് വെച്ചറിഞ്ഞു വണ്ടി കിട്ടാ കല്ല് വെച്ചറിഞ്ഞിട്ടാ വണ്ടി പോയി സാർ. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഷയമാണ് നമ്മുടെ വണ്ടിയുടെ എത്ര കൊണ്ടുപോകണം അല്ല നമ്മുടെ വണ്ടി എത്ര ഉണ്ട് എത്ര പേര് കയറ്റാം ഈ സാധനത്തിലില്ല. അതാണ് വിഷയം അല്ലേ, എന്നും അടിയാത്ത പ്രശ്നം അത്. അതാണ് ഇവർക്ക് മസ്റ്റാണ്. ഫൈനലി ഞങ്ങൾക്ക് മഹാരാഷ്ട്രയുള്ള പോലീസുകാർ തന്നെ കിടന്നു പോലീസുകാർ തന്നെ ഞങ്ങൾ കിട്ടും കേട്ടോ. അതായത് പോലീസുകാർ ബോർഡർ ക്രോസ് നടത്തി തന്നു. അതായത് ആ പോലീസുകാർക്ക് നമ്മൾ ഡോക്യുമെന്റ്സും എല്ലാ സാധനവും കാണിച്ചു കൊടുത്തു. പിന്നെ വളരെ പിന്നെ ഇത് തോന്നി, അതായത് സത്യസന്ധരാണ്. അതായത് ഈ കാണുന്ന ഇതിനകത്ത് എല്ലാ സാധനവും ഞങ്ങൾ കാണിച്ചു കൊടുത്തു. വണ്ടി കൊണ്ടുവന്നതും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ പോലീസുകാർ തന്നെ ഞങ്ങളെ പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് നടത്തി MHന്റെ ആദ്യം കയറ്റി വിട്ടു. ഇനി MHന്റെ ഒന്ന് ഇറങ്ങാനുണ്ട്, അത് ഇതിലും വലിയ തലവേദനയാണ് അടുത്തത്. ലോകേഷ് നോക്കൂ, നമുക്ക് മാത്രമുള്ളല്ലോ അറിയാം സത്യം, വേറെ ഒരു വണ്ടിക്കാർക്ക് ഇത് അനുഭവമില്ല. ലോകേഷ് നോക്കൂ, എന്തായാലും ഭാഗ്യം. നമ്മളോട് എത്ര ഇന്ന് കൈക്കൂലി വെച്ച് 25,000. 25,000. പിന്നെ ഇവർക്ക് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളോട് ചോദിച്ചു 600 രൂപ. ഞങ്ങൾ ചായ കുടിക്കാൻ 600 രൂപ. വേറെ മാർഗമൊന്നുമില്ല. അവിടെ എല്ലാ വണ്ടിയും 500 വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 600 കൃഷി കൊടുത്തു. ഇത് ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുത്തു. ഇതിന്റെ കുറെ ചില്ലറ പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഇത് പുറത്താണ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടും. അതായത് അത് പറഞ്ഞു ആ 1 രൂപ മാറ്റിക്കഴിഞ്ഞ് ഇവിടെ 90 രൂപ കിട്ടും. 1500 മധുരം ഇവിടെ മാറ്റിക്കോളാൻ പറഞ്ഞു. ഇപ്പം കിട്ടിയത്. അവസാനം എന്നാ സംഭവിച്ചെന്ന് വെച്ചാല് ആദ്യം നമ്മൾ അവിടുന്ന് പറഞ്ഞു വിട്ടല്ലോ, കൈക്കൂലിയൊക്കെ മേടിച്ചതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പൊ പോലീസുകാര് നമ്മളോട് സംസാരിച്ചപ്പോൾ എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഇപ്പം പോലീസുകാർ പൈസ മേടിക്കുന്ന വാർത്ത എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞ വീഡിയോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജോലിനെ ബാധിക്കും. ജോലി പോകുമെന്ന് അവർ പറഞ്ഞു. അതിപ്പോൾ പക്കയായിട്ട് നിയമമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവര് നമ്മുടെ ഫോണിലെത്തി. ഞാൻ ഇപ്പം എൻ്റെ കയ്യിലെ ഫോണൊക്കെ എടുത്തു കൊടുത്തു, എവിൻ്റെ കയ്യിലെ ഫോണൊക്കെ എടുത്തു കൊടുത്തു. ഈ ഫോണ് കിട്ടിയില്ല. കാര്യം എന്താ, പോലീസുകാർക്ക് 600 രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പോലീസുകാർ നമ്മളെ ആ പിടിച്ചിട്ട് സ്ഥലമില്ലടാ, അവര് വന്നില്ല പറഞ്ഞു. ഈ പറന്നു വന്ന സ്ഥലത്ത് അവർ സംസാരിച്ച് പിന്നെ പ്രശ്നമൊന്നുമില്ല കിട്ടിയത്. അതായത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി പോകേണ്ട സ്ഥലത്ത് അവർ ബാരിക്കേഡ് വെച്ചിട്ട് അവർ തടയുക. എന്നിട്ട് അപ്പുറം പോകുമ്പോൾ അവരെന്തെങ്കിലും കുരിഷ്ടം പറയും, എന്നിട്ട് നമ്മളെ തിരിച്ചു വിടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഏതൊരു ഊടുവഴി കയറാൻ വേണ്ടി നോക്കാം. ഇവിടെ അവന്മാരുണ്ടോ, അപ്പം അവിടുന്ന് അവന്മാർ പിടിച്ചോണ്ട് വരും. എന്നിട്ട് അവിടുന്ന് പൈസ മേടിച്ചിട്ട് അവർ ആ വഴി കൂടി തന്നെ, അതായത് നമുക്ക് എയിലാണോ കടന്നുകൊണ്ട് ആ വഴി കൂടി തന്നെ 500 രൂപ. ശരിക്കും നമ്മുടെ അവകാശങ്ങൾ ഈ പോലീസുകാരൊക്കെ തടയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകേണ്ട റോഡാണ്, അത് അടച്ചിട്ട് അവർ വീണ്ടും പൈസ മേടിക്കുവാണ്. നമ്മുടെ എല്ലാ വണ്ടിയാണ് ശരിയാണ് അവർ പറയുന്നത്. പ്രൈവറ്റ് വണ്ടിക്ക് എന്ത് വന്നിരിക്കുന്നു, അതായത് ആ മധ്യപ്രദേശ് RT ഓഫീസ്, ഈ മഹാരാഷ്ട്ര, ഇനിയിപ്പോൾ സോളാപൂർ വരാണ്. ഓക്കെ, എങ്ങനെയാവും സോളാപൂർ എവിടെ കഴിഞ്ഞ മാസം നമ്മൾ ഇവിടുന്ന് കടത്തിവിട്ട് വെച്ചാൽ സോളാപൂർ ഭയങ്കര വിഷയമായി. നിനക്ക് ഓർമ്മയുണ്ടോ? കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള RT ഓഫീസർമാർക്കെല്ലാം നമ്മളെ അറിയാം. അതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം. നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ ഈ ബസ്സിന്റെ 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ട് കടന്നു വന്നില്ല ഇവരെ. കാരണം എപ്പം വന്നാലും ഈ അലമ്പുണ്ടാകുന്നതാണ് നമ്മളെ അമ്മ നോട്ടപ്പുള്ളിയാക്കി വെച്ചേക്കോ. സോളാപൂർ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മളെ പട്ടീനെ വരെ ഇറക്കിച്ച് നടത്തിയ ഓർമ്മയുണ്ടോ? അവിടെയാണ് സോളാപൂര്. ഗൈസ് നോക്കൂ, വരുന്ന വഴിക്ക് മഹാരാഷ്ട്ര എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് പൊട്ടി കേട്ടോ. ഇച്ചോടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്നതിനാ വെള്ളം നനയ്ക്കുന്നത്. എല്ലാം തുല്യല്ലേടാ, വെള്ളം നനയില്ലല്ലോ. അത്ര വലിയ വെള്ളമില്ല അടിയിലേക്ക്. ആണോ? പോട്ടെ, പോട്ടോ. ടൂറിന് പോകുന്നതല്ല, ബെൽറ്റ് മാറാൻ പോട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ പൊട്ടിക്കാണോ? പൊട്ടിയാ പിന്നെ അടി കയറിയിട്ട് കാര്യമില്ലല്ലോ. ഊരിപ്പോയതാണെ കുഴപ്പമില്ല, പൊട്ടിയതാണല്ലോ പാടുന്ന് വിടുന്നത്. പൊട്ടിയതാണ് പാട് വിടുന്നേ. സമയം 3:30 നോക്കിയോനെ, നോക്കി പൊട്ടിയതാണോ അല്ലയോ എന്നുള്ള. ഓ ഭാഗ്യം, ഊരിപ്പോയതാ ആണോ? അതാ കയറ്റിയിട്ടാ പോരെ, വലിച്ചിട്ടു നോക്കുവനെ. പൊട്ടിപ്പോയെങ്കിൽ പെട്ടെന്ന് കയറി വന്നു. സമയം കളയണ്ട, കയറി വാ. സമയം കളയണ്ട, കയറി വാ. ഗൈസ്, ഇതാണ് സംഭവം കേട്ടോ. ഇത് കണ്ടോ, അതിപ്പോഴത്തെ ഡാമേജ് ആയി. ഇതാ
ഇതാണ് പൊട്ടൽ. ഇങ്ങനെയാണ് സാധനം പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ ഇത് ഊരിയെടുക്കുന്നതല്ല, ഉള്ളിൽ പുതിയ 2-3 കിടപ്പുണ്ട്. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റി വെച്ചൊക്കെ വരുന്നത് കേട്ടോ. ഇതൊക്കെ ആരാണോ ദൈവം ഇടുന്നത്? ഇതൊക്കെ ആരാണോ ആരൊന്നും അറിയത്തില്ല കേട്ടോ. വണ്ടാലും ഇതെനിക്ക് ഒരാളവിടെ നിൽക്കുന്നുണ്ടോ, ഒരാളും വിശ്വാസമില്ല. ചിലപ്പോൾ ട്രൗസർ ഊതി പോട്ടോ. ഗൈസ്, ഈ കാണുന്നത് ഡൈനാമോയുടെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സാധനമാണ്. അതാണ് മെയിൻ പ്രശ്നം. കേട്ടോ, ഇതെല്ലാം ഇപ്രാവശ്യം പോയിട്ട് ഇതെല്ലാം റെഡിയാക്കി എടുക്കണം, A to Z. ഗൈസ്, ഏകദേശം ഞങ്ങളത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 3 പുള്ളീൻ്റെ അകത്ത് 2 പുള്ളീൻ്റെ അകത്ത് കയറിയുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ ഇവനെ? ഇത് ഭയങ്കര കൊതുകാണ്. സ്റ്റാൻഡേർഡായി നടന്ന് ഞങ്ങളാ. ഇപ്പൊ നോക്കി സ്റ്റാർട്ടായിക്കേ. അതിന് നീ എന്നെ അവിടെ കൊണ്ട് പോന്നേ? ഏത് സാധനം? അങ്ങ് വെച്ചാരേ. ഞാനൊരു കേസ് പറയട്ടെ, അടുത്തുള്ള വിഷപ്പ് വരെ നമുക്ക് ഓടിച്ച് അവിടെ കൊണ്ട് വെച്ചാലോ? അത് നല്ലൊരു തീരുമാനം കേട്ടോ. അത് സ്റ്റാർട്ടാവില്ലോ നോക്കിയിട്ട്. ബ്രേക്ക് പോയി, എല്ലാ സാധനവും പോയി കേട്ടോ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തേ, തള്ളാണ്ട് വരും. ഇവിടെ എന്തായി? ബ്രേക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. ബ്രേക്ക് കിട്ടുന്നില്ലേ? അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്.